വേണ്ടി മാത്രം നന്മകൾ ചെയ്യുന്ന ചിലരെ കണ്ടിട്ടില്ലേ? സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലാവാൻ വേണ്ടി എത്തുന്ന ചിലരെ, വിശപ്പിനെ വിറ്റ് കാശാക്കുന്നവരും കാരുണ്യ പ്രവർത്തികൾ ബിസിനസ്സായി ചെയ്യുന്നവരും നമുക്കിടയിലുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു കുടുംബത്തെ പരിചയപ്പെടാം. കടവും ലോണും കൊണ്ട് ബുദ്ധിമുട്ടുകയാണെങ്കിലും മറ്റുള്ളവരെ സഹായിക്കാൻ തൃശൂർ സ്വദേശിയായ ബാവുവിനും കുടുംബത്തിനും മടിയില്ല. ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായി മത്സ്യം നൽകുന്ന ഇവരുടെ പ്രവൃത്തി ഇന്ന് സമൂഹത്തിന് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. കച്ചവടത്തിനായി കടം വാങ്ങിയും ലോണെടുത്തും ജീവിക്കുന്ന ബാവുവും കുടുംബവും കഴിഞ്ഞ 4 മാസമായി ഒരു അപൂർവ സേവനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ക്യാൻസർ രോഗികൾക്ക് 1/2 കിലോ മീനാണ് സൗജന്യമായി നൽകുന്നത്. എൻ്റെ അപ്പച്ചൻ കുറേ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അനുഭവിച്ചിട്ടുണ്ട്. ഇല്ലായ്മകളിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അപ്പച്ചൻ്റെ അടുത്ത് പറയാറുണ്ട്. പിന്നെ ഞാൻ തൃശ്ശൂർ മാർക്കറ്റിലെ ജീവനക്കാരനാണ്. ഒരു 10-12 വയസ്സ് മുതൽ ഞാൻ അധ്വാനം തുടങ്ങിയതാണ്. ഈ മീനിൻ്റെ ഫീൽഡ് തന്നെയാണെന്ന് കൂടുതൽ. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് കച്ചവടം ചെയ്തു. അങ്ങനെ ഈ ഫുട്പാത്തുകളിലാണ് ഞാൻ ആദ്യം ചെയ്തിരുന്നത്, മീൻ കച്ചവടം. പിന്നെ അങ്ങനെ പോയി വാടകയ്ക്ക് കച്ചവടം ചെയ്തു. അവിടെ നിന്ന് അവർ ഇതാക്കി ഒഴിപ്പിച്ചു. പിന്നെ ഞാൻ സ്വന്തമായിട്ട് നമുക്ക് ദയവായിട്ട് ഇത് ഒരുക്കി തന്നു. വലിയ സംഖ്യ വാടകയ്ക്കാണ്. ഞാൻ ഇത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഇത് മേടിച്ചത്. പിന്നെ നമ്മുടെ ബന്ധക്കാരുടെ ഒരാൾക്ക് ക്യാൻസർ ഉണ്ട്. അപ്പോൾ അടുത്ത് ഞാൻ അറിയാൻ ഇടയായി. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു. പിന്നെ ഇല്ലായ്മകളും കുറേ കാര്യങ്ങൾ എൻ്റെ അപ്പച്ചൻ പറയാറുണ്ട്. പട്ടിണി കിടന്ന കാര്യങ്ങളും, പിന്നെ തിരുവോണത്തിൻ്റെ അന്നാണ് അരി ഭക്ഷണം കഴിക്കാമെന്ന് പറയാനാണ് അന്നൊക്കെ. അല്ലാത്ത ദിവസം കൊള്ളിപ്പുഴുക്ക്, മറ്റേ ചേമ്പന്താൾ, ഇന്നത്തെ പിള്ളേർക്കൊന്നും അത് പറഞ്ഞാൽ അറിയില്ല. അപ്പം നമ്മൾ പാവങ്ങളെ കണ്ടറിയണ്ടേ. അപ്പം ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഫ്ലക്സ് അടിച്ചു, അങ്ങനെ വെച്ചു. കുറച്ച് പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി കൊടുക്കാൻ തന്നെ ഉദ്ദേശിക്കണം. ഇനി കൂടുതൽ ചെയ്യാൻ തന്നെ ആഗ്രഹം. നമ്മളിത് കെട്ടിപ്പൂട്ടി വെച്ചിട്ട് നമ്മൾ ഇവിടേക്ക് കൊണ്ടുപോകുന്നില്ല. ഇതൊക്കെ ഇവിടെ ചിലവാക്കിയിട്ട് പോകണം. ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന രോഗിയുടെ തിരിച്ചറിയൽ കാർഡ് മാത്രം കാണിച്ചാൽ മതി. സ്ഥിരമായി എത്തുന്ന രോഗികളും കുടുംബങ്ങളും നന്ദി പറയുമ്പോൾ ഒരു പുഞ്ചിരിയോടെയാണ് ബാബു മറുപടി നൽകുന്നത്. തനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് ക്യാൻസർ ബാധിച്ചപ്പോൾ മരുന്നുകളുടെ അമിത ചെലവും കുടുംബത്തിന്റെ വേദനയും നേരിൽ കണ്ടു. അന്നു മുതലാണ് ഇത്തരമൊരു തീരുമാനം എടുത്തതെന്ന് ബാബു പറയുന്നു. ETV ഭാരത്, തൃശൂർ.